10ാം ക്ലാസ് പാസ്സായിട്ട് +1 അപേക്ഷ നൽകുന്നവർ വീട്ടിലിരുന്നു കൊണ്ട് സ്വന്തം കമ്പ്യൂട്ടറിലോ ഫോണിലോ എങ്ങനെ സ്വയം ശരിയായ രീതിയിൽ അപേക്ഷിക്കാമെന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ്. പക്ഷേ കുറേ കാര്യങ്ങൾ അതിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം അപേക്ഷിക്കുക കേട്ടോ. കാരണം നിങ്ങൾ അപേക്ഷ നൽകി നിങ്ങൾക്ക് അഡ്മിഷന് ലഭിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ സ്വീകരിക്കാനായിട്ട് സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റായിരുന്നെങ്കിൽ ആ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. അപ്പോൾ ഈ വീഡിയോയ്ക്കും മറക്കാതെ ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ ഈ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഈ ഒരു ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ്, ഫേസ്ബുക്ക്, ടെലഗ്രാം പോലുള്ള നിങ്ങളുടെ ഫോണിലുള്ള ആപ്പുകളിലൂടെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും അതേപോലെ ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ സാധിക്കും. അതുവഴി അവർക്കും ഇത് പ്രയോജനപ്പെടുത്താം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബിൽ പ്രസ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്ത് എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ വീഡിയോകളൊക്കെ യൂട്യൂബിൻ്റെ ആ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എങ്കിലൊക്കെ +1 അപേക്ഷ എങ്ങനെ നിങ്ങൾക്ക് സ്വയം നൽകാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് ബാറിൽ HSCAP എന്ന് ടൈപ്പ് ചെയ്യുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും തന്നെ ടെക്സ്റ്റ് ബാറിൻ്റെ താഴെയായിട്ട് HSCAPയിൽ തുടങ്ങുന്ന കുറേ ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതിൽ HSCAP Kerala.gov പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, അതിൻ്റെ താഴെ HSCAP ഗേറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് HSCAP ഗേറ്റ് എന്ന ഓപ്ഷനാണ്. അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് അപേക്ഷാ ഫോം പൂരിപ്പിക്കേണ്ട സൈറ്റ് ഓപ്പൺ ആവുക. എന്നാൽ HSCAP ഗേറ്റ് എന്ന ഈ ഓപ്ഷൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബാറിന്റെ താഴെയായിട്ട് കാണുന്നില്ലെങ്കിൽ HSCAPയിൽ തുടങ്ങുന്ന മറ്റേതെങ്കിലും ഓപ്ഷനുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഏറ്റവും മുകളിലായി കാണുന്ന HSC പോർട്ടൽ എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ അത് ഓപ്പൺ ആയതും തന്നെ ഏറ്റവും മുകളിൽ HSCAP ഗേറ്റ് എന്ന ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഏതിൽ പ്രസ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അങ്ങനെ അപേക്ഷാ ഫോം പൂരിപ്പിക്കേണ്ട ആ സൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ആദ്യം തന്നെ ചില കാര്യങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങളൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കി ഒരു പേപ്പർ എടുത്തിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അതിൽ എഴുതി വെക്കണം. കാരണം നിങ്ങൾ അപേക്ഷാ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ വിവരങ്ങളൊക്കെ നിങ്ങൾ അതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ വിവരങ്ങളാണ് നിങ്ങൾ ശേഖരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം വ്യക്തമായിട്ട് കാണിക്കാം. അപ്പൊ അതും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക. അല്ലാതെ എടുത്തു ചാടി ഒരു ഒപ്പിക്കൽസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ അതിൽ പൂരിപ്പിച്ചിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അങ്ങനെ അഡ്മിഷൻ സ്വീകരിക്കാനായിട്ട് നിങ്ങൾ ആ സ്കൂളിൽ ചെല്ലുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ നിങ്ങൾ അവിടെ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ലഭിക്കാത്ത രേഖകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്മിഷൻ തന്നെ റദ്ദ് ചെയ്യപ്പെടും. അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെ ഈ അപേക്ഷാ ഫോം പൂരിപ്പിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആരാണോ അപേക്ഷാർത്ഥി ആ അപേക്ഷാർത്ഥിക്ക് ഈ സൈറ്റിൽ ഒരു അക്കൗണ്ട് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പാസ്വേഡ് അതേപോലെ അതിനൊരു ആപ്ലിക്കേഷൻ നമ്പർ ഒക്കെ ക്രിയേറ്റ് ആകും. അപ്പൊ അത് ഉപയോഗിച്ച് വേണം നമ്മൾ ലോഗിൻ ചെയ്ത് അപേക്ഷാ ഫോം പൂരിപ്പിക്കാനുള്ള സ്ക്രീനിലേക്ക് എത്താൻ. എൻ്റെ മോൻ ഡേവിഡിനാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. അപ്പൊ ഡേവിഡിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യേണ്ടത് ദാ ഇവിടെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് ഞാൻ ഓപ്പൺ ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏത് ജില്ലയാണെന്ന് സെലക്ട് ചെയ്യാനാണ് കാണിച്ചിരിക്കുന്നത്. അതിനായിട്ട് സെലക്ട് ബാർ ആപ്ലിക്കേഷൻ ഡിസ്ട്രിക്ട് എന്നൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടല്ലോ, അതിന്റെ നേരെ റൈറ്റ് സൈഡിലായി കാണുന്ന ഈ ആരോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തതും തന്നെ ദാ ഇവിടെ ഒരു ബോക്സ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ എല്ലാ ജില്ലകളും ഉണ്ട്. അപ്പൊ ഞാൻ പാലക്കാട് ജില്ലയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ പാലക്കാടിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അത് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. ഇനി അതിന് നേരെ താഴെ സബ്മിറ്റ് എന്നൊരു ഗ്രീൻ ബട്ടൺ കാണുന്നുണ്ടല്ലോ, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ ഡേവിഡിന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് സ്കീം ആണ്. അപ്പൊ ആ സെലക്ട് സ്കീം എന്ന് ഇവിടെ കാണുന്നതിന്റെ നേരെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ആരോയിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ബോക്സിലെ ആദ്യത്തെ ഓപ്ഷൻ SSLC 2025-26 എന്ന ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ഇനി അതിന്റെ താഴെ SSLC 2007, 2025
എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ CBSE, ICSE, അതർ തുടങ്ങിയ പല ഓപ്ഷനുകളുണ്ട്. അപ്പൊ ഇതിൽ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ പെടുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് അത് സെലക്ട് ചെയ്യുക. അപ്പൊ ഞാൻ SSLC 2025-26 എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് രജിസ്റ്റർ നമ്പർ ആണ്, അതായത് മാർക്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ രജിസ്റ്റർ നമ്പർ ഓൺലൈനായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തുവല്ലോ, ആ രജിസ്റ്റർ നമ്പർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിവിടെ ടൈപ്പ് ചെയ്യുക. അപ്പൊ ഡേവിഡിന്റെ രജിസ്റ്റർ നമ്പർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത ഓപ്ഷൻ കൺഫേം രജിസ്റ്റർ നമ്പർ ആണ്. അപ്പൊ മുകളിൽ ടൈപ്പ് ചെയ്ത ആ രജിസ്റ്റർ നമ്പർ തന്നെ ക്രമം തെറ്റാതെ താഴെയും ടൈപ്പ് ചെയ്യുക. ഇനി അടുത്തത് കാൻഡിഡേറ്റ് നെയിം ആണ്. അതില് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ എന്താണോ നെയിം ഉള്ളത് അത് തന്നെയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. മാർക്ക് ലിസ്റ്റിലുള്ള പേരും വിവരങ്ങളും തന്നെയാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോഴും അതിലുണ്ടാവുക. അപ്പൊ ആ പേര് തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന്റെ താഴെ കൺഫേം കാൻഡിഡേറ്റ് നെയിം ആണ്, അവിടെയും ആ നെയിം തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് മന്ത് പാസും ഇയർ പാസും ആണ്. അത് നിങ്ങൾ മുകളിൽ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മന്ത് പാസ് മാർച്ച്, ഇയർ പാസ് 2026 എന്ന് ഇവിടെ ആഡ് ആകുന്നതാണ്. ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അത് നിങ്ങൾ ആ മാർക്ക് ലിസ്റ്റ് നോക്കി അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനി അതിന്റെ താഴെ കൺഫേം ഡേറ്റ് ഓഫ് ബർത്ത്, അപ്പൊ ആ മുകളിലുള്ള ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ താഴെയും ടൈപ്പ് ചെയ്യുക. ഇനി അടുത്തത് മൊബൈൽ നമ്പർ ആണ്. അത് പേരൻസിന്റെയോ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെയോ മൊബൈൽ നമ്പർ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ മൊബൈൽ നമ്പർ ഇതിലേക്ക് ടൈപ്പ് ചെയ്യുന്നു. ഇനി താഴെ കൺഫേം മൊബൈൽ നമ്പർ എന്ന ആ കോളത്തിൽ ഞാൻ വീണ്ടും അതേ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുന്നു. ഇനി അതിന് താഴെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ സബ്മിഷൻ ആണ്. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു ആരോയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുക. ഇപ്പൊ വന്നിരിക്കുന്ന ബോക്സിൽ സെൽഫ്, സ്കൂൾ ഹെൽപ്പ് ഡെസ്ക്, അതേഴ്സ് തുടങ്ങിയ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ സ്വയം സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി സ്കൂളിലെ ഹെൽപ്പ് ഡെസ്ക് ആണ് നിങ്ങളെ സഹായിക്കുന്നതെങ്കിൽ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ അക്ഷയയിലോ മറ്റോ ആണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ അതേഴ്സ് എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യുക. അപ്പൊ ഇത് ഞങ്ങൾ തന്നെ ചെയ്യുന്നത് കൊണ്ട് സെൽഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി അടുത്തത് എൻ്റർ ദ ക്യാപ്ചയാണ്. അപ്പൊ അതിന് നേരെ താഴെ കാണുന്ന ആ കോളത്തിലെ ആ കോഡ് നമ്പർ അതേപോലെ തെറ്റിക്കാതെ ഇവിടെ ടൈപ്പ് ചെയ്യുക. അങ്ങനെ അതും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ കറക്റ്റ് ആയിട്ടാണോ ചെയ്തിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കുക. അപ്പൊ എല്ലാം ഓക്കെ ആണെങ്കിൽ ഏറ്റവും താഴെയായിട്ട് കാണുന്ന ആ സബ്മിറ്റ് എന്ന ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഞാൻ സബ്മിറ്റ് ചെയ്ത ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിന്റെ താഴെ സെൻഡ് OTP എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. അത് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ആ സെൻഡ് OTPയിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്ത സ്ക്രീൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഒപ്പം എന്റെ ഫോണിലേക്ക് ആ ഒരു OTP വന്നിട്ടുണ്ട്. 4 അക്കങ്ങളുള്ള OTP ആണത്. അപ്പൊ അതാ ഇവിടെ OTP എന്നൊരു കോളം ഉണ്ട്. അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ OTP അതിൽ എൻ്റർ ചെയ്യുക. അപ്പൊ ഞാനത് ടൈപ്പ് ചെയ്തു. ഇനി ആ താഴെ കാണുന്ന സബ്മിറ്റ് OTP എന്ന ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതും സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഈ സ്ക്രീന് ഓപ്പൺ ആവുന്നത്. ഇപ്പൊ ഇവിടെ ടൈപ്പ് ഇൻ ന്യൂ പാസ്വേഡ് എന്നൊരു കോളം കാണുന്നില്ലേ, അതില് മിനിമം 8 ക്യാരക്ടറുകൾ അടങ്ങുന്ന ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതില് മിനിമം ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു അക്കം, അതേപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കണം. സ്പെഷ്യൽ ക്യാരക്ടറുകൾ എന്നാൽ ഹാഷ്, അറ്റ്, ഡോട്ട്, അതേപോലെ ആൻഡ് പോലുള്ള ക്യാരക്ടറുകളാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയുടെ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം അത് ക്രിയേറ്റ് ആവില്ല. അതുകൊണ്ട് ഒരു ജീവിയുടെ പേരോ വസ്തുവിന്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തമായി ചേർത്തുകൊണ്ട് അതോടൊപ്പം സ്പെഷ്യൽ ക്യാരക്ടറുകളും അക്കങ്ങളും ചേർത്തുകൊണ്ട് നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 8 ക്യാരക്ടറുകൾ അടങ്ങുന്ന ഒരു പാസ്വേഡ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇനി ആ താഴെയുള്ള കൺഫേം പാസ്വേഡ് എന്ന കോളത്തിലും അതേ പാസ്വേഡ് തന്നെ ക്രമം തെറ്റാതെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അങ്ങനെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ടുള്ള അപ്ഡേറ്റ് എന്ന ഗ്രീൻ ബട്ടൺ ഉണ്ടല്ലോ, അത് നമ്മൾ പ്രസ് ചെയ്യണം. അപ്പൊ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ആ പാസ്വേഡ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ആ പച്ചക്കോളത്തിന്റെ നേരെ താഴെയായിട്ട് ഒരു അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇതുപോലൊരു അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കാണിക്കുന്നതാണ്. അത് നിങ്ങൾ നിർബന്ധമായിട്ട് ഒരു പേപ്പറിൽ കറക്റ്റ് ആയിട്ട് എഴുതിയെടുക്കുക. കാരണം ഇനി മുതൽ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുമ്പോൾ അതാണ് നിങ്ങൾ യൂസർ നെയിം ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ അത് എഴുതിയെടുത്ത ശേഷം ആ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നതിന്റെ നേരെ താഴെയായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിലെ ആദ്യത്തെ ഓപ്ഷൻ യൂസർ നെയിം ആണ്. അപ്പൊ നിങ്ങൾ എഴുതി വെച്ച ആ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ യൂസർ നെയിം ആയിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാൻ അത് ടൈപ്പ് ചെയ്തു. ഇനി അതിന്റെ താഴെ പാസ്വേഡ് ആണ്. അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്ത ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇനി അതിന്റെ താഴെ സെലക്ട് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ആ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ബോക്സിൽ നിങ്ങളുടെ ജില്ല
ജില്ലയുണ്ടാകും. ആ ജില്ലയിൽ ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഈ സൈറ്റ് വളരെ സെക്യൂർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൈഡിലുള്ള ആ ചെറിയ ആരോയിൽ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ബോക്സിലുള്ള ഓപ്ഷനുകൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തതിന് ശേഷം അത് വീണ്ടും ഓപ്പൺ ചെയ്തപ്പോൾ ആ ബോക്സ് തന്നെ ഇവിടെ കാണുന്നില്ല. പ്രൈവസി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നവർ അത് ഹൈഡ് ചെയ്തിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെയായിട്ടുള്ള ആ ലോഗിൻ എന്ന പച്ച ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിന്റെ താഴെയായിട്ടുള്ള സെൻഡ് OTP എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന ആ OTP ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ആഡ് ചെയ്യണം. അപ്പൊ ഈ OTP എന്ന കോളത്തിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആ OTP ആഡ് ചെയ്യുന്നു. ഇനി ആ താഴെയുള്ള സബ്മിറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് അപ്ലൈ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിലാണ് ഇനി നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ഏറ്റവും മുകളിലായിട്ട് തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ കാണാം. ഇനി അതിന്റെ താഴെ സെലക്ട് സ്കൂൾ ആണ്. അപ്പൊ നിങ്ങൾ SSLC പൂർത്തിയാക്കിയ സ്കൂൾ ഏതാണോ അതാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ഒരു ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകുന്ന ബോക്സിൽ നിങ്ങൾ സെലക്ട് ചെയ്ത ജില്ലയിലുള്ള എല്ലാ +2 സ്കൂളുകളും കാണിക്കുന്നതാണ്. അപ്പൊ അതിൽ ഏതാണോ നിങ്ങളുടെ സ്കൂള് അത് സെലക്ട് ചെയ്യുക. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങൾ പഠിച്ച സ്കൂളിൽ SSLC വരെ മാത്രമേ ഉള്ളൂ, അതായത് +1 +2 ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂള് ഇവിടെ വരുന്ന ബോക്സിൽ കാണില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ഏറ്റവും താഴത്തെ ഓപ്ഷൻ അതർ എന്ന് കാണിക്കും, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്റെ മോൻ പഠിച്ച സ്കൂളിൽ SLC വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ ബോക്സിലെ അതേഴ്സ് എന്ന ഏറ്റവും താഴത്തെ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ താഴെ ഗ്രേസ് മാർക്ക് അവാർഡഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതിന്റെ റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ യെസ് എന്ന് ഇവിടെ ഡിഫാൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പേജിൽ എത്തുമ്പോൾ ഇവിടെ യെസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ താഴെയുള്ള ഓപ്ഷനുകൾ സ്കൗട്ട്, ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് പോലുള്ളവയാണ്. അവയൊന്നും തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കില്ല, കാരണം നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് ലഭിച്ചത് കൊണ്ടാണത്. ഇനി ആ യെസിന്റെ ഭാഗത്ത് നോ എന്നാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിറ്റിൽ കൈറ്റ്സോ സ്കൗട്ടോ പോലുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. ഡേവിഡ് ലിറ്റിൽ കൈറ്റ്സിൽ ഉണ്ടെങ്കിലും ഇവിടെ യെസ് എന്ന് വന്നിരിക്കുന്നത് കൊണ്ട് ഇവിടെ ആ ലിറ്റിൽ കൈറ്റ്സിന്റെ ആ ഒരു ബോക്സ് ചെക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ഇതിലൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാൻ സാധിക്കുന്നുമുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ചെയ്യുക. കാരണം അതിലൂടെയൊക്കെ നിങ്ങൾക്ക് സംഭരണം, അതായത് പോയിന്റുകൾ ലഭിക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് അവയുടെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ മേടിച്ചു വെച്ചിരിക്കണം. കാരണം ആ സർട്ടിഫിക്കറ്റ് നമ്പർ, അതേപോലെ അതിന്റെ ഡേറ്റ്, പിന്നെ അത് ആരാണോ നിങ്ങൾക്ക് നൽകിയ ആ അധികാരി, ആ കാര്യങ്ങളൊക്കെ ഈ ഫോമൊക്കെ പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവസാനം നിങ്ങൾ വീണ്ടും ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ പൂരിപ്പിക്കാനുള്ള ഒരു ഫോം ഓപ്പൺ ആകും. അതിൽ നിങ്ങൾ അതൊക്കെ ആഡ് ചെയ്യണം. ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ടുള്ള ഓപ്ഷനുകളൊക്കെ ഫില്ലായിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഫില്ലായി വന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റുമാണ്. അതിൽ പാസ്ഡ് ഇൻ ബോർഡ് എക്സാം എന്നതിന്റെ റൈറ്റ് സൈഡിൽ യെസ് എന്നാണോ എന്ന് നോക്കുക. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിലായിട്ടുള്ള ഈ ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യെസ്, നോ തുടങ്ങിയ ഓപ്ഷനുകൾ കാണാം. അപ്പൊ നമ്മൾ പാസ്സായിരിക്കുന്നത് കൊണ്ട് യെസ് തന്നെ സെലക്ട് ചെയ്തിടുക. ഇനി അതിന് താഴെ ചാൻസ് നമ്പർ 1 എന്ന് വന്നിട്ടുണ്ട്. അതായത് SSLC എക്സാം നിങ്ങൾ ആദ്യത്തെ തവണ തന്നെ പാസ്സായിട്ടുണ്ടെങ്കിൽ 1 എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുക. അല്ല നിങ്ങൾ സേ എക്സാമിലൂടെയാണ് പാസ്സായിരിക്കുന്നതെങ്കിലും ഇവിടെ 1 എന്ന് തന്നെയാണ് കാണിക്കുക. ഇനി അതിന്റെ താഴെ നെയിം, അതേപോലെ ജെൻഡർ, അതേപോലെ കാസ്റ്റ് പോലുള്ള ഓപ്ഷനുകളാണ്. അപ്പൊ ഇതിൽ കാസ്റ്റ് എന്നതിന്റെ റൈറ്റ് സൈഡിലുള്ള കോളത്തിൽ നിങ്ങളുടെ കാസ്റ്റ് കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് നോക്കുക. കാരണം സംവരണമുള്ള കാസ്റ്റ് ആണെങ്കിൽ അത് തന്നെ ഇവിടെ വരണമല്ലോ. അപ്പൊ നമ്മുടെ കാസ്റ്റ് LC ആണ്, അത് സംവരണമുള്ളതാണ്, അത് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ താഴെ കാറ്റഗറി ആണ്. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കാറ്റഗറി ലിസ്റ്റിന്റെ ബോക്സ് ഓപ്പൺ ആകും. അതിൽ നിങ്ങളുടെ കാസ്റ്റിന്റെ കാറ്റഗറി ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പൊ എന്റെ ഇവിടെ വന്നിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. അപ്പൊ ഞാനൊന്നും ചെയ്യേണ്ടതില്ല. ഇനി അതിന്റെ താഴെ റിലീജിയൻ ആണ്. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിലും ആരോ ഉണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മതം ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പൊ അതും ഇവിടെ എന്റെ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അതിന്റെ താഴെ അപേക്ഷാർത്ഥിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻസ് നെയിം ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അതിന്റെ താഴെ അപേക്ഷാർത്ഥിയുടെ ആധാർ നമ്പറോ എൻറോൾ നമ്പറോ ടൈപ്പ് ചെയ്യേണ്ട കോളമാണ്. അപ്പൊ ഞാൻ ഇതിൽ ഡേവിഡിന്റെ ആധാർ നമ്പറാണ് ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ കോളത്തിന്റെ റൈറ്റ് സൈഡിലുള്ള ഈ ആരോയിൽ പ്രസ് ചെയ്താൽ അതിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾ നമ്പർ തുടങ്ങിയ ഓപ്ഷനുകൾ കാണാം. അപ്പൊ നിങ്ങൾ ഏതാണോ ടൈപ്പ് ചെയ്യുന്നത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ വന്ന ബോക്സിലെ ആധാർ നമ്പർ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ അത് സെലക്ട് ചെയ്തപ്പോൾ താഴെ ഒരു കോളം ഓപ്പൺ ആയിട്ടുണ്ട്. അതിൽ ഡേവിഡിന്റെ ആധാർ നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. ഇനി അതിന് താഴെ മൈനോറിറ്റി ലാംഗ്വേജ് ആണ്, അതായത് തമിഴ്, കന്നഡ പോലുള്ള ഭാഷകളുള്ള സ്കൂളുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
അതിനുള്ള ഓപ്ഷനാണ്. പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ സെലക്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ ഭാഗം ഞാൻ പൂരിപ്പിക്കേണ്ടതില്ല. അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇനി അതിന്റെ താഴെ അപേക്ഷാർത്ഥി ഭിന്നശേഷിക്കാരനാണെങ്കിൽ അതിനെ സംബന്ധിച്ച വിവരങ്ങൾ നൽകാനുള്ള ഓപ്ഷനുകളാണ്. അപ്പൊ എനിക്ക് അതും പൂരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി അതിന്റെ താഴെ നേറ്റീവ് സ്റ്റേറ്റ്, അത് കേരള തന്നെ കൊടുക്കുക. അടുത്തത് നേറ്റീവ് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ അതിന്റെ റൈറ്റ് സൈഡിലുള്ള ആരോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജില്ല അതിലുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അടുത്തത് നേറ്റീവ് താലൂക്ക് ആണ്. അതും ഇതേപോലെ തന്നെ ആ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് അതില് നിങ്ങളുടെ ആ താലൂക്ക് ക്ലിക്ക് ചെയ്യുക. ഇനി അതിന്റെ താഴെ നേറ്റീവ് ലോക്കൽ ബോഡി ആണ്. അതും നിങ്ങൾ ആ റൈറ്റ് സൈഡിലുള്ള ആരോയിൽ പ്രസ് ചെയ്ത് അതിൽ വരുന്ന ആ ബോക്സില് നിങ്ങളുടെ ലോക്കൽ ബോഡി ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഈ ലോക്കൽ ബോഡി, നേറ്റീവ് താലൂക്ക്, നേറ്റീവ് ഡിസ്ട്രിക്ട് തുടങ്ങിയ ഓപ്ഷനുകളൊക്കെ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് പലർക്കും അറിയില്ല. അപ്പൊ അത് എവിടുന്നാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കാട്ടോ. ഇനി അതിന്റെ താഴെ പെർമനന്റ് അഡ്രസ് ആണ്. അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഫിൽ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ വീട്ടുപേരും സ്ഥലമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ താഴെ ഡിസ്ട്രിക്ട് നെയിം ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് ഡിസ്ട്രിക്ട് ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. അതിന്റെ താഴെ സ്റ്റേറ്റ് ടൈപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ പിൻകോഡും താഴെ ടൈപ്പ് ചെയ്യുക. അതൊക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ താഴെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് വരെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള അഡ്രസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ പെർമനന്റ് അഡ്രസ് നിങ്ങളുടെ വേറെ ആയിരിക്കാം. പക്ഷെ നിങ്ങൾ വേറൊരു സ്ഥലത്തായിരിക്കാം താമസിക്കുന്നത്. അപ്പൊ ആ ഒരു അഡ്രസ് ആണ് നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആയിട്ട് കൊടുക്കുന്നതെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക. അല്ല പെർമനന്റ് അഡ്രസ് തന്നെയാണ് നിങ്ങൾ ഇവിടെയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ സെയിം ആസ് പെർമനന്റ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബോക്സ് ചെക്ക് ചെയ്യുക. അപ്പൊ ഞാൻ പെർമനന്റ് അഡ്രസ് തന്നെയാണ് ഇവിടെയും കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പൊ അത് ചെക്ക് ചെയ്തതും തന്നെ മുകളിലുള്ള അഡ്രസ്സിന്റെ വിവരങ്ങൾ തന്നെ താഴെയും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഏറ്റവും താഴെ ഇമെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിവിടെ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. അപ്പൊ ഞാനത് ടൈപ്പ് ചെയ്യുന്നു. ഇനി റൈറ്റ് സൈഡിലുള്ള ഈ കോളത്തില് പാർട്ടിസിപ്പേഷൻ ഇൻ സ്പോർട്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ സ്റ്റേറ്റ് ലെവലിലോ ഡിസ്ട്രിക്ട് ലെവലിലോ ഒക്കെ എന്തെങ്കിലും സ്പോർട്സിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനൊക്കെ നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കുന്നതാണ്. ഇനി അതിന് താഴെ പാർട്ടിസിപ്പേഷൻ ഇൻ യൂത്ത് ഫെസ്റ്റിവൽ ആണ്. അപ്പൊ സംസ്ഥാന ജില്ലാ തലങ്ങളിലെ യുവജനോത്സവങ്ങളിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ലഭിച്ചിരിക്കുന്ന ഗ്രേഡ് ഒക്കെയാണ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. നിർഭാഗ്യവശാൽ ഡേവിഡ് 10ാം ക്ലാസ്സിൽ അതിനൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പൊ അതൊന്നും ഇവിടെ ഞാൻ പൂരിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി അതിന് താഴെയുള്ള ബോക്സിൽ ചില കാര്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഡേവിഡ് ക്വാളിഫൈഡ് അല്ലാത്തത് കൊണ്ട് ആ ഭാഗം ഞാൻ നോക്കുന്നില്ല. പക്ഷെ അതിന്റെയും താഴെ സ്കൂളിൽ ഏതെങ്കിലും ക്ലബ്ബുകളിൽ അംഗമായിരുന്നോ എന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഡേവിഡ് സോഷ്യൽ സയൻസിന്റെ ക്ലബിലും IT ക്ലബിലും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ സ്കൂളിൽ നിന്നും മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ സർട്ടിഫിക്കറ്റ് സ്കൂളിൽ നിന്ന് മേടിച്ചു വെച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ക്ലബിൽ അംഗമാണെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ വിളിച്ച് ആ സർട്ടിഫിക്കറ്റുകളുടെ നമ്പർ, അതേപോലെ ഡേറ്റ്, അതേപോലെ അതിന്റെ അധികാരി തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഇതൊക്കെ പൂരിപ്പിച്ച് കഴിഞ്ഞ ശേഷം അത് പൂരിപ്പിക്കാനുള്ള ഫോം ഓപ്പൺ ആവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ സോഷ്യൽ സയൻസിന്റെ ക്ലബും IT ക്ലബിന്റെ ആ ബോക്സുകൾ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ ഈ ഫോമിൽ പൂരിപ്പിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പൂരിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ഇതൊക്കെ പൂരിപ്പിച്ച ശേഷം കറക്റ്റ് ആയിട്ടാണോ ചെയ്തിരിക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിന്റെ ഏറ്റവും താഴെയുള്ള ഈ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ അടുത്തതായിട്ട് വന്നിരിക്കുന്ന സ്ക്രീനിൽ നമ്മുടെ മാർക്ക് ലിസ്റ്റ് ആണ് ഇതുപോലെ ഓപ്പൺ ആവുക. അപ്പൊ നിങ്ങളുടെ ഓരോ വിഷയങ്ങളിലും നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഗ്രേഡുകൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെയായിട്ടുള്ള ആ സബ്മിറ്റിൽ പ്രസ് ചെയ്യുക. അപ്പൊ ഡേവിഡിന്റെ മാർക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ സബ്മിറ്റിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിലെ ആദ്യത്തെ ഓപ്ഷൻ എൻറ്റർ സ്കൂൾ കോഡാണ്. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ജില്ലയിൽ ഏതൊക്കെ +2 സ്കൂളുകൾ ഉണ്ടോ അതിൽ ഏറ്റവും 1ാം സ്ഥാനത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂൾ ഏതാണോ അതിന്റെ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പൊ സ്കൂൾ കോഡ്, അതേപോലെ റൈറ്റ് സൈഡിൽ ഇവിടെ കോഴ്സിന്റെ കോഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുക എന്നുള്ളത് വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം. അപ്പൊ ഡേവിഡ് 1ാം സ്ഥാനത്തിൽ ഉദ്ദേശിക്കുന്ന സ്കൂളിന്റെ കോഡ് ഇവിടെ ഞാൻ എൻ്റർ ചെയ്യുന്നു. അപ്പൊ അത് എൻ്റർ ചെയ്തത് തന്നെ അതിന്റെ താഴെയായിട്ട് ആ സ്കൂളിന്റെ പേര്, അതേപോലെ അവിടെയുള്ള കോഴ്സുകളുടെ പേരൊക്കെ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഡേവിഡ് കൊമേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്. പക്ഷെ കൊമേഴ്സിലും വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് വരുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വരുന്നതൊക്കെയായ കൊമേഴ്സ് ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഡേവിഡ് ഉദ്ദേശിക്കുന്നത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ വരുന്ന കൊമേഴ്സ് ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിന്റെ കോഡ് നമ്പർ 39 ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യുക. ഇപ്പൊ സയൻസ്
ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും അവയ്ക്കൊക്കെ തന്നെ വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് ആ ഗ്രൂപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഉണ്ടെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. അപ്പൊ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളിൽ ഉണ്ടെങ്കിൽ ആ സ്കൂളിന്റെ കോഡ് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ ആ കോഡ് സെലക്ട് ചെയ്ത ശേഷം അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് സെലക്ട് കോഴ്സ് എന്ന് കാണുന്നില്ലേ, അതിന്റെ റൈറ്റ് സൈഡിലുള്ള ആരോയിൽ പ്രസ് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന ബോക്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഡ് ആ ലിസ്റ്റിൽ ഉണ്ടാകും. അപ്പൊ അതിലും ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ വന്ന ബോക്സിൽ കോഡ് നമ്പർ 39 ഉണ്ട്. അപ്പൊ ഞാൻ അതിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അതിന്റെ റൈറ്റ് സൈഡിൽ സേവ് എന്നൊരു പച്ച ബട്ടൺ ഉണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്യുക. അങ്ങനെ അത് സേവ് ആയി. ഇപ്പൊ അടുത്ത സ്കൂൾ എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഒന്നാമതായി നമ്മൾ പരിഗണിക്കുന്ന സ്കൂൾ ഏതാണോ അത് നമ്മൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ പരിഗണിക്കുന്ന സ്കൂൾ ഏതാണോ അതാണ് നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത സ്കൂളിന്റെ കോഡ് ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നു. ഇനി ആ സെലക്ട് കോഴ്സ് 39 തന്നെ എൻ്റർ ചെയ്യുന്നു. ഇനി ആ സേവ് ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ അടുത്ത സ്കൂൾ എൻ്റർ ചെയ്യാനുള്ള സ്ക്രീൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പരിഗണിക്കുന്ന സ്കൂളുകളൊക്കെ തന്നെ ഏതാണോ അതൊക്കെ നമ്മൾ ക്രമത്തിൽ ഇതേപോലെ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. അങ്ങനെ ഞാൻ ഇവിടെ 8 സ്കൂളുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഏതെങ്കിലും സ്കൂളിന്റെ കാര്യങ്ങൾ നമുക്ക് തിരുത്തണമെങ്കിൽ ദാ ഇവിടെ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിന്റെ താഴെയുള്ള ആ പെൻസിൽ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്കൂളിന്റെ കോഡോ അല്ലെങ്കിൽ കോഴ്സിന്റെ കോഡോ ഒക്കെ നമുക്ക് തിരുത്താവുന്നതാണ്. ഇനി അല്ല ആ സ്കൂൾ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതാ ഇപ്പുറത്ത് ഡിലീറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം മുതൽ ചെയ്യണമെങ്കിൽ ഇവിടെ ഏറ്റവും താഴെ ഡിലീറ്റ് ആൾ ഓപ്ഷൻസ് എന്നൊരു ബട്ടൺ ഉണ്ടല്ലോ, അതിൽ പ്രസ് ചെയ്യുക. അല്ല കൊടുത്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ദാ ഇവിടെ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ബട്ടൺ ഇല്ലേ, അതിൽ പ്രസ് ചെയ്യുക. അപ്പൊ എന്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണ്. അപ്പൊ അതുകൊണ്ട് സബ്മിറ്റ് ഡീറ്റെയിൽസിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. അങ്ങനെ അതും സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ നേരത്തെ 2 ക്ലബ്ബുകളെ ചെക്ക് ചെയ്തിരുന്നല്ലോ, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്ക്രീൻ ഇപ്പൊ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തെ കോളം സർട്ടിഫിക്കറ്റ് ഡെസ്ക്രിപ്ഷൻ ആണ്. അതിൽ സർട്ടിഫിക്കറ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തത് സർട്ടിഫിക്കറ്റ് ഡേറ്റ് ടൈപ്പ് ചെയ്യുക. അതിന്റെ അടുത്തതിൽ അധികാരി ആരാണോ അത് ടൈപ്പ് ചെയ്യുക. അപ്പൊ സ്കൂളിൽ നിന്ന് മിക്കവാറും ഹെഡ് മാസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യാനാണ് പറയുക. ഡേവിഡിനോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ഹെഡ് മാസ്റ്റർ എന്നും ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായിട്ടുള്ള ഈ സബ്മിറ്റ് ആൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അങ്ങനെ അതും കഴിയുമ്പോൾ നമ്മൾ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി കറക്റ്റ് അല്ലെങ്കിൽ ഫോമിന്റെ റൈറ്റ് സൈഡിലായിട്ട് ദാ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ പ്രസ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഫോമിന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യും തോറും എല്ലാ വിവരങ്ങളും ഇവിടെ കാണാം. ഓരോന്നിന്റെ താഴെയും എഡിറ്റ് ഓപ്ഷനും ഉണ്ട്. അങ്ങനെ എല്ലാം പൂരിപ്പിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ദാ ഇവിടെ ഒരു സമ്മതപത്രം ചോദിച്ചിട്ടുണ്ട്. ഞാൻ പൂരിപ്പിച്ച വിവരങ്ങളെല്ലാം സത്യമാണ്, ഇനി അത് തെറ്റാണെങ്കിൽ എനിക്ക് അഡ്മിഷൻ തന്നെ ലഭിക്കില്ലെന്ന് അറിയാം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് നമ്മൾ വായിച്ചു സമ്മതിച്ചു എന്നതിന്റെ തെളിവായിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു കുഞ്ഞു ബോക്സ് കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്ത് നമ്മൾ ചെക്ക് ഇടണം. എങ്കിൽ മാത്രമേ ഇത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ ആ ബോക്സിൽ പ്രസ് ചെയ്ത് ടിക്ക് ചെയ്യുന്നു. ഇനി സബ്മിറ്റ് ചെയ്യാനായി ഏറ്റവും താഴെയായിട്ടുള്ള ഫൈനൽ കൺഫർമേഷൻ എന്ന ആ ഗ്രീൻ ബട്ടണിൽ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഞാൻ അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിലെ ആദ്യത്തെ ഈ ഓപ്ഷനിൽ നമ്മൾ പ്രസ് ചെയ്താൽ നമ്മളിപ്പോ കൊടുത്ത വിവരങ്ങളൊക്കെ പ്രിന്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും. പക്ഷെ ഞാനത് ഇവിടെ ചെയ്യുന്നില്ല. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ രീതിയിലാണ് +1 നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഞാൻ വീണ്ടും ഈ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം തന്നെ വ്യൂ പ്രോസ്പെക്ടസ് എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിൽ ദാ ഇവിടെ അപ്പൻഡിക്സ് 1, 2, 3, 4, 5 തുടങ്ങിയ കുറെ ഓപ്ഷനുകൾ ഉണ്ട്. അതിൽ ഓരോന്നിലും നിങ്ങൾ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒരു പേപ്പറിൽ കുറിച്ച് വെക്കുക. ഞാൻ ഇതിൽ അപ്പൻഡിക്സ് 2 എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുന്നു. നിങ്ങൾ ജാതി സംവരണം ഉള്ളവരിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അതിനെ സംബന്ധിച്ച വിവരങ്ങളാണ് ഇതിലുള്ളത്. അപ്പൊ നിർബന്ധമായും ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ കാസ്റ്റിന് ഏതാണോ വരുന്നത് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഞാൻ വീണ്ടും മുമ്പത്തെ സ്ക്രീനിലേക്ക് തന്നെ വരുന്നു. ഇനി ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്ന് കാണുന്നില്ലേ, അതിന്റെ റൈറ്റ് സൈഡിലെ ആരോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന ബോക്സിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യുക. ഞാൻ പാലക്കാട് സെലക്ട് ചെയ്യുന്നു. ഇപ്പൊ താഴെ അപ്പൻഡിക്സ് 6 എന്ന് കാണുന്നില്ലേ, അതിൽ ഞാൻ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ വന്നിരിക്കുന്ന സ്ക്രീനിലെ കോളങ്ങളിൽ നിങ്ങളുടെ ജില്ലയുടെ കോഡ്, അതേപോലെ താലൂക്ക് നെയിം അതിന്റെ കോഡ്, അതേപോലെ ലോക്കൽ ബോഡി അതിന്റെ കോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങളുടെ ഏതാണോ വരുന്നത് അത് നിങ്ങൾ പേപ്പറിൽ കുറിച്ച് വെക്കുക. വീണ്ടും മുമ്പത്തെ സ്ക്രീനിലേക്ക് വരുന്നു. ഇനി ആ അപ്പൻഡിക്സ് 7 എന്ന് കാണിച്ചിട്ടില്ലേ, അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ഓപ്ഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ. കാരണം നിങ്ങളുടെ ജില്ലയിൽ വരുന്ന +2 സ്കൂളുകൾ ഏതൊക്കെയാണ്, അതിന്റെ കോഡ് ഏതാണ്, അതിൽ വരുന്ന കോഴ്സുകളുടെ കോഡ് ഏതൊക്കെയാണ്, അതിൽ
അതിൽ വരുന്ന ലാംഗ്വേജുകളുടെ കോഡ് ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സ്കൂൾ നെയിം എന്ന് കാണുന്ന കോളത്തിൽ ആദ്യത്തെ ഗോ ടു HSS ചാലിശ്ശേരി പാലക്കാട് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോഡാണ് ഇപ്പുറത്ത് 9001 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ ജെൻഡർ ഏതാണെന്ന് ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തതായിട്ട് ആ സ്കൂളിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണോ അതിന്റെ കോഡുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1, 5, 10, 36, 39 എന്നൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കോഴ്സ് കോഡുകളാണ്. അപ്പൊ ആ കോഴ്സുകളൊക്കെ തന്നെ ഈ സ്കൂളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി അതിന്റെ അപ്പുറത്ത് സെക്കൻഡ് ലാംഗ്വേജിന്റെ കോഡുകളാണ് 1, 2, 3, 4. 1 മലയാളമാണ്, 2 ഹിന്ദിയാണ്, 3 അറബിക്ക്, 4 സംസ്കൃതമാണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂളുകൾ ഏതൊക്കെയാണോ അതിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകളും ഉണ്ടോ എന്ന് ഇത് നോക്കി ഉറപ്പുവരുത്തുക. എന്നിട്ട് അതൊക്കെ നിങ്ങൾ ഒരു പേപ്പറിൽ കുറിച്ചു വെക്കുക. ഇനി ഓരോ കോഴ്സുകൾ ഏതൊക്കെയാണ് അതിന്റെ കോഡ് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ +1 കോഴ്സസ് ആൻഡ് കോഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സിന്റെ കോഡ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്കൂൾ ഏതാണോ അതിൽ വരുന്നില്ലെങ്കിൽ, പക്ഷെ നിങ്ങളുടെ സൗകര്യാർത്ഥം ആ സ്കൂൾ തന്നെ നിങ്ങൾക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കോഡ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അത് അപ്ലൈ ചെയ്യുക. ഇനി ഞാൻ ഹോം പേജിലേക്ക് തന്നെ വരുന്നു. ഇനി അടുത്തതായിട്ട് ഇവിടെ ഹൗ ടു അപ്ലൈ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണുന്നില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ഓപ്പൺ ആയിരിക്കുന്ന സ്ക്രീനിൽ നിങ്ങൾ എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് സാവധാനം വായിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാനിപ്പോ അപ്ലൈ ചെയ്ത പോലെ നിങ്ങളും അപേക്ഷിക്കുക. അപ്പൊ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലെയിംസ് ആൻഡ് ഹാപ്പിനെസ്സിൽ നിന്ന് ബൈ.